ഇന്നത്തെ ഏറ്റവും പുതിയ ജയ് ഗണേഷ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. വിഷു ഇത് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മൂന്നാമത്തെ മലയാളം സിനിമയും 9ാം ദിവസത്തിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. പക്ഷെ മറ്റു സിനിമകളെ അപേക്ഷിച്ച് 9 ദിവസങ്ങളിൽ ഒരു തരത്തിലും ഇംപ്രൂവ്മെന്റ് കാണാത്ത സിനിമ അത് ജയ് ഗണേഷ് എന്ന സിനിമ തന്നെയാണ്. ഇന്നലെ ഇതേ സമയം 8 ലക്ഷത്തിന് മുകളിലായിരുന്നു ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 6 ലക്ഷത്തിന് മുകളിലാണ്. സിനിമയുടെ ആദ്യ 8 ദിവസത്തെ കേരള ഗ്രോസ് ഇന്ന് യഥാർത്ഥത്തിൽ പുറത്തു വന്നപ്പോൾ പ്രതീക്ഷ 2,60,00,000 താഴെയാണ് സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ. 2,53,00,000 സിനിമയുടെ 8 ദിവസത്തെ കളക്ഷൻ. ഇന്നത്തോടെ മാത്രമേ സിനിമ 2,65,00,000 മുകളിലേക്ക് കേരള ഗ്രോസ് എത്തുകയുള്ളൂ. അടുത്ത 2 ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിൽ കളക്ഷൻ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ ഇനി വലിയ കാര്യമായ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇതിനിടയിൽ ഇന്നലെ വിദേശ രാജ്യങ്ങളിലും ഒപ്പം തന്നെ ഇന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും റിലീസ് ചെയ്ത സിനിമയുടെ കൃത്യമായ റെസ്റ്റ് ഓഫ് ഇന്ത്യ വിദേശ രാജ്യ കളക്ഷൻ എല്ലാം തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ പുറത്തു വരുന്നതാണ്. 3 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 9 ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നാം പ്രതീക്ഷിച്ചത് 5-10 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് ഉണ്ടാകുമെന്നാണെങ്കിൽ സിനിമയിലെ നായകൻ ഉണ്ണി മുകുന്ദൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് 15 കോടിയിലേറെ ബഡ്ജറ്റ് ഉണ്ട് എന്നാണ്. സിനിമയുടെ പ്രൊമോഷണൽ ഇന്റർവ്യൂകൾക്കിടയിലാണ് ഇക്കാര്യം ഉണ്ണി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ അത്രയും ബഡ്ജറ്റുള്ള സിനിമ എങ്ങനെ തിയേറ്ററുകളിൽ വിജയിക്കുമെന്നത് ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ വമ്പൻ കളക്ഷൻ വരേണ്ടിയിരിക്കുന്നു സിനിമ തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. കാത്തിരിക്കൂ, അടുത്ത 2 ദിവസത്തെ കൂടി ജയ് ഗണേഷ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.